ഞാനതിനെ വിളിച്ചിരുന്നത് മറ്റേ എന്തായിരുന്നു, 144 ആ അതെ അതെ, മറ്റേ പാവങ്ങളുടെ സ്കൈപ്പ് പാനൽ. അന്ന് സ്കൈപ്പ് പാനൽ വന്നിരിക്കുന്ന സമയമുള്ള ടീച്ചർ മാത്രമല്ല, ഇടയ്ക്ക് പനി പിടിച്ച് പണിയൊക്കെ മുടക്കാറുണ്ടായി. ഭയങ്കര ഹീറ്റായിട്ട് വരെ തുണിയൊക്കെ നനച്ചിരുന്നു. ഞാൻ നോക്കുമ്പോ പനി പിടിച്ച് കിടക്കണ പോലെ. അത് ഞാനെന്തോ എനിക്കിങ്ങനെ നേരെ എന്റെ തലയിലേക്ക് വീണ് കിട്ടിയതൊന്നല്ല, അത് പറയാൻ കഥകളേ ഉള്ളൂ ആ സിനിമയില്. വെൽക്കം ടു ദ ഷോ. ഓക്കെ, താങ്ക് യു. ശ്രീയുടെ എനിക്ക് ഒരുപാട് നല്ലതായിട്ട് അറിയാം. ശ്രീനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ലതായിട്ട് ശ്രീനെ അറിയാവുന്നതുകൊണ്ട് ഓരോ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിയാനൊരു താല്പര്യമുണ്ട്. കാരണം അപ്പോൾ എൻ്റെ ഓഡിയൻസിന് അത് ഉപകാരപ്പെടും. കാരണം നമ്മൾ കുറേ കണ്ട സ്ഥിരമായിട്ടുള്ള കുറേ എന്താ പറയുക റൂൾസും കാര്യങ്ങളും മാത്രമേ നമ്മൾ കേട്ടുള്ളൂ. നമ്മളിത് ബ്രേക്ക് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ യുണീക്കാവുന്നൊരു പരിപാടി വരുന്നത്. അപ്പോൾ അത് എങ്ങനെ ശ്രീയുടെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്ന സംഭവം. എന്നോട് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതെ, എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ ആയിട്ടല്ല, ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, പ്യുവർ ക്വസ്റ്റ്യൻ അല്ല. വാട്ട് ഈസ് സിനിമാറ്റോഗ്രാഫി ഫോർ യു? എന്താണ് ശ്രീയേട്ടന് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ ചോദ്യം എളുപ്പമല്ല ആൻസർ ചെയ്യാൻ. എന്നാലും ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ലേമാൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നടക്കുന്ന പെർഫോമൻസിന് നമ്മുടെ ക്യാമറയിലൂടെ ക്യാപ്ചർ ചെയ്യുക, അല്ലെങ്കിൽ ഈ കവറേജ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ലേമാന് അങ്ങനെ ഒരു ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ നമ്മൾ ഇനിയൊരു ലെവൽ കടത്തി പറയുകയാണെങ്കിൽ ബേസിക്കലി വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്. അതായത് നമുക്ക് എഴുത്തിലൂടെ ലൈക്ക് കവിതകൾ ഉണ്ടായിരുന്നു, കഥകൾ എഴുതാൻ തുടങ്ങി മനുഷ്യൻ, പല പല കാലഘട്ടത്തിൽ കഥകൾ പറയാൻ തുടങ്ങി. പിന്നീട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് ഫോം ഉണ്ടല്ലോ, അത് പല ആർട്ട് ഫോംസിലൂടെ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ വന്നു നിൽക്കുന്ന ഒരു ഫോമാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫോമാണ് നമുക്ക് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡും അതെ അതെ ഏറ്റവും അതെ ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റൻസ് ഉള്ള ആ അർത്ഥത്തിൽ ലോകമെമ്പാടും സിനിമയ്ക്കുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ആ പോപ്പുലർ ആയിട്ടുള്ള ഫോമിനെ നമ്മൾ പലതും സ്റ്റേജിലും മറ്റും ആൾക്കാർ നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവത്തെ നമ്മൾ പിന്നീട് സിനിമയുടെ വളർച്ചയിലൂടെയാണ് പിന്നെ അതൊരു സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത് പിന്നെ അടുത്ത സ്ഥലത്ത് കൊണ്ടത് അത് കാണിക്കുക, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്ത് വന്ന് കാണിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആവുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഇവോൾവ് ആയി സിനിമാറ്റോഗ്രാഫിയിൽ എത്തി നിൽക്കുമ്പോൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നതാണ് മെയിനായിട്ട്. അതായത് നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യുന്നതിലൂടെ ആൾക്കാർ എന്ത് കാണണം എന്ന് തീരുമാനിക്കുക, എത്ര ഭാഗം കാണണം, അത് ഏത് ആംഗിളിൽ നിന്ന് കാണണം, അതിൻ്റെ ലെൻസിങ്, കളറിൻ്റെ ഉപയോഗം, യൂസ് ഓഫ് കളർ, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്താവാം അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് ശേഷമാവാം. നമുക്കിപ്പോൾ കളർ കറക്ഷനും എല്ലാത്തിലൂടെയും. അപ്പം കളേഴ്സിന് ഒരു തരത്തിലുള്ള ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലെല്ലാം ഒരു കഥ പറയാൻ ശ്രമിക്കുകയാണ് നമ്മൾ വിഷ്വൽസിലൂടെ കഥ പറയാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ജോലി. ഇപ്പോൾ ഒരു സിനിമയിലാണെങ്കിൽ തന്നെ ഡയറക്ടർക്കും എഴുത്തുകാരും ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ടാവും. സിനിമ മൊത്തത്തിലൊരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും അതിന് ഒരു ഡയറക്ടറുടെ വിഷൻ, അയാൾക്ക് എന്ത് എത്തിക്കണം, ഏത് രീതിയിലൊരു സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള സാധനത്തിന് അയാളുടെ കൂടെ നിന്ന് ആ ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ചെയ്ത് എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് സിനിമാറ്റോഗ്രഫി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിഫൈൻ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അതെ, തീർച്ചയായിട്ടും. അതായത് ഒരു ഭംഗിയുള്ള വിഷ്വൽസ് മാത്രം ഷൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളാവരുത് സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ സിനിമയ്ക്കും ഭംഗിയല്ല ആവശ്യം. അതെ, അല്ല വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ മോഡേൺ സമയത്ത് എൻട്രി ചെയ്ത ആളുകളാണ് സിനിമാറ്റോഗ്രാഫിയിലൂടെ. നമ്മൾ ഈ ഫിലിം എന്നുള്ള സാധനം ലൈഫിൽ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. ഞാൻ ഇത് കേട്ടിട്ടുള്ള കഥയല്ലാതെ നമ്മൾ എന്താ പറയുക അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ലുക്ക് എന്നല്ലാതെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിന്തകൾ വെച്ചിട്ട് നല്ല ബ്യൂട്ടിയുള്ള കുറേ ഷോർട്സ് യൂട്യൂബിൽ കാണുന്നു. ഇതാണ് നമ്മുടെ ചിന്തയിലുള്ള സിനിമാറ്റോഗ്രാഫി. അതെ, അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈക്ക് സിനിമയെ പറ്റിയുള്ള അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ആണത്. അപ്പം അത് ഞാനെന്തോ എനിക്കിങ്ങനെ നേരെ എൻ്റെ തലയിലേക്ക് വീണ് കിട്ടിയതൊന്നല്ല, അത് ഞാൻ മീറ്റ് ചെയ്ത ആൾക്കാരുടെയും നമ്മൾ സ്വയം പഠിക്കാൻ ശ്രമിക്കുമല്ലോ. ഇന്ന് ഏറ്റവും നല്ല പഠിക്കാനുള്ള അവസരമാണ് യൂട്യൂബും മറ്റുമെല്ലാം. അപ്പോൾ ഈ രീതിയിലും പിന്നെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് അത്തരം വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനെല്ലാം സാധിച്ചു. അപ്പോൾ ആ സമയത്ത് ഇപ്പം നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് ഫിലിമിൽ ഷൂട്ട് ചെയ്യാനും ഇതിനുള്ളൊരു ഭാഗ്യം അവിടെ നിന്ന് കിട്ടി. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞങ്ങളുടെ ആയിരിക്കും തോന്നുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെയോ
അതിനുശേഷമുള്ള ബാച്ചൊക്കെ ആയിരിക്കും അവസാനമായിട്ട് ഫിലിമിൽ എക്സ്പോസ് ചെയ്ത്, അതായത് ഫിലിം ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നത് വേറെ, ഫിലിം അതിൽ എക്സ്പോസ് ചെയ്യുന്ന വേറെ. നമ്മൾ ഫിലിം ലോഡ് ചെയ്തില്ലെങ്കിലും, അതെ, ഫിലിം ലോഡ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ വെറുതെ നോക്കി ഷട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലിക്കർ കണ്ട് അങ്ങനെ വെറുതെ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കാൻ പറ്റും. പക്ഷെ അതല്ലാതെ പ്രോപ്പറായിട്ട് ഫിലിം ലോഡ് ചെയ്ത് ഫിലിം എക്സ്പോസ് ചെയ്യാൻ പറ്റി. എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സ്, ലാബിലുള്ള മറ്റു പ്രോസസ്സുകളും പരിപാടികളെല്ലാം ചെയ്യാൻ അന്ന് ഞങ്ങളുടെ ബാച്ചിന് പറ്റിയിരുന്നു. അതിന് ശേഷമുള്ള ബാച്ചുകൾക്ക് അത് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയില്ല. കാരണം അന്ന് തന്നെ അവർ കുറെ പറഞ്ഞിട്ടാണ് ഫിലിം ഒന്നും ഇല്ല, നിങ്ങളിത് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എല്ലാവരുടെയും ഒരു നിർബന്ധത്തിനൊക്കെ വഴങ്ങി അവർ അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു. അപ്പൊ അതുകൊണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യുമ്പോൾ മീറ്റർ ഇതൊക്കെ കാണാറുണ്ടല്ലോ, നമ്മൾ ലൈറ്റ് മീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ പലതും ജഡ്ജ്മെന്റിലൂടെ പോകുന്ന സാധനമാണ്. പക്ഷെ അത് വളരെ ക്രിട്ടിക്കലായിരുന്നു ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ നേരത്തെ. അപ്പോൾ നമ്മൾ ഫിലിമിൽ ആ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത സമയത്ത് അറിയായിരുന്നു ലൈറ്റ് മീറ്ററിൽ നമ്മൾ മീറ്ററിൽ റീഡിങ് എടുക്കുന്നതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നും അതിന്റെ ഗുണം എന്താണെന്നുള്ളത് അത് ചെയ്തു നോക്കാൻ പറ്റി. പിന്നീട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർ 16 ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് പരിപാടികളും ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴായാലും പോസിബിൾ ആണ്, പക്ഷെ അതിനുള്ള അവസരം എല്ലാം ഒത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഡിജിറ്റലി ഷൂട്ട് ചെയ്യുമ്പോഴും ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് എല്ലാം ചോദിക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ. അതോ ഭയങ്കര ഓർഗാനിക് ആണ്, ഇത് ഭയങ്കര പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫീൽ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, അതിന്റെ എക്സൈറ്റ്മെന്റ് എന്താണ്? അത് നമുക്ക് ടെക്നിക്കൽ സൈഡ് അല്ലേ, ഇത് ഇങ്ങനെ കുറച്ച് ഇതാണ്, അത് ഭയങ്കര ഓർഗാനിക് ആണ്, ഗ്രെയിൻ ഉണ്ടാവും, അതല്ല. എക്സൈറ്റ്മെന്റ് എന്താണ് ശ്രീയേട്ടന് രണ്ടിന്നും എനിക്ക് ഫിലിമിലൊന്നും പടം ചെയ്ത് നോക്കണം എന്ന് തോന്നാനുള്ളൊരു കാര്യം? ഓക്കെ, അതിപ്പം ഫിലിമിലൊക്കെ ഷൂട്ട് ചെയ്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കൺസിസ്റ്റന്റ്ലി അതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. അപ്പം അത് ചെയ്ത ആൾക്കാർക്കുള്ള ഫീലിംഗ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ലേ, നമ്മൾ വല്ല ബഞ്ചി ജമ്പിങ്ങോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നിന്നൊക്കെ എടുത്ത് ചാടുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാര്യം വേറൊന്നുമല്ല, അന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആൾക്കാരുടെ സൂപ്പർവിഷനും എല്ലാം അതിലുണ്ടാവും. അതല്ലാതെ അങ്ങനെ ഇരിക്കെ തന്നെ നമ്മൾ ഈ ഷൂട്ട് ചെയ്ത സാധനം നമ്മൾ ഈ വ്യൂ ഫൈൻഡറിൽ കൂടെ കാണുന്നതും, അല്ലെങ്കിൽ നമുക്ക് ഫിലിമിൻ്റെ പണ്ടത്തെ കാലത്ത് നിന്ന് ഫിലിമിൽ തന്നെ പിന്നീട് അഡ്വാൻസ്മെന്റ് വന്നിട്ട് നമുക്ക് വേറൊരു റെക്കോർഡർ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന സാധനം ഫ്രെയിം എന്താണെന്ന് കാണാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഫിലിം എന്ത് ക്യാപ്ചർ ചെയ്യുന്നു എന്നുള്ളത് എക്സാക്ട്ലി അതിൽ കാണാൻ പറ്റില്ല. അപ്പൊ അത് പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഡിജിറ്റലി കാണാം. നമ്മൾ എന്ത് ലൈക്ക് വാട്ട് യു സീ ഈസ് വാട്ട് യു ഷൂട്ട് അങ്ങനെ എന്തോ പറയും. അപ്പൊ അതായത് നമ്മൾ കാണുന്നത് തന്നെയാണ് അതിൽ ക്യാപ്ചർ ആവുന്നത്. പക്ഷെ മറ്റേ കേസിൽ അങ്ങനെയല്ല. ഇത് നേരെ ലാബിലെല്ലാം പോയി ടെലിസിനി കഴിഞ്ഞ് നമ്മൾ ടെലിസിനി കഴിഞ്ഞ് ഈ സാധനം, ടെലിസിനി എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്, അത് കഴിഞ്ഞ് ഈ സാധനം ഒരു ചെറിയ ടേപ്പിൽ ക്യാപ്ചറായി കിട്ടും. അതിലേക്ക് ക്യാപ്ചർ ചെയ്ത് നമുക്ക് തരും. അത് നമ്മൾ എന്നിട്ട് ഒരു ഹാൻഡിക്യാമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും, ഇപ്പം എഡിറ്റർ സൈഡിൽ നിന്ന് ഞാൻ പറയുകയാണ്, നമ്മളിത് ഹാൻഡിക്യാമിലിട്ട് കണക്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്താണ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പോഷറും പരിപാടികളെല്ലാം. പക്ഷെ ഫിലിം കുറച്ചും കൂടെ ഫോർഗിവിങ് ആണെന്ന് ഞാൻ പറയാം ആ അർത്ഥത്തിൽ. അതായത് നമുക്ക് കുറച്ച് പുഷ് ആൻഡ് പുള്ള് ചെയ്യാനും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആ ലാറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട്, ലൈക്ക് ഡിജിറ്റലിനേക്കാളും കുറച്ചും കൂടെ ഒരു പരിധി വരെ ഫോർഗിവിങ് ആണ്. നമുക്ക് അതിൽ കുറച്ചൊക്കെ ഒരു അണ്ടർ എക്സ്പോസ്ഡ് ആയതും നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, റിട്രീവ് ചെയ്യാൻ പറ്റും. ഈ മെഗാ പിക്സൽ ഇല്ലാത്തതിന്റെ ഒരു ഗുണമായിരിക്കുമല്ലോ മേ ബി. കാരണം മെഗാ പിക്സൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ സെൻസർ ഫോർമാറ്റിലല്ലോ അത് വർക്ക് ചെയ്യുന്നത്. അത് ബേസിക്കലി ലെയേഴ്സ് ഓഫ് കെമിക്കൽസ് ആണല്ലോ. അപ്പം ഡയറക്റ്റ് ഒരു വലിയൊരു ഒറ്റ പിക്സൽ ആയിരിക്കും അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഗ്ലോബൽ ഷട്ടർ എന്നൊക്കെ പറഞ്ഞ് ഡിജിറ്റലില് ക്യാപ്ചർ ചെയ്യുന്നുണ്ടല്ലോ, പലരും പറയുന്നുണ്ടല്ലോ ലൈൻസ് അല്ല ഗ്ലോബൽ ഷട്ടർ ആണ്. ബേസിക്കലി അതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ ഇപ്പൊ ആൾക്കാർ ഡിജിറ്റലിൽ ഇപ്പോഴും ക്യാച്ചപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ്. ഫിലിം എന്ത് ചെയ്തിരുന്നുള്ളൂ, ഫിലിം ഒറ്റ ഫ്രെയിം എക്സ്പോസ് ആവാണ്, നേരെ അത് വലിച്ച് താഴേക്ക് ഇറങ്ങി അടുത്ത ഫ്രെയിം കൊണ്ടൊന്ന് എക്സ്പോസ് ആവും. ഇങ്ങനത്തെ ഒരു പ്രോസസ് ആണല്ലോ. അപ്പോൾ അതാണ് ബേസിക്കലി ഇതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയാൻ. കാരണം മറ്റേതിൽ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. നമ്മൾ ലൈറ്റ് ചെയ്യാൻ നേരത്താണ് ഇപ്പൊ പിന്നെ എക്സൈറ്റ്മെന്റ് ഉള്ളൂ. ലൈറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒന്നുമില്ലായ്മയെന്നൊരു ലൈറ്റ് ചെയ്തൊരു സാധനം കാണുന്നതിലേ ഉള്ളൂ. പക്ഷെ മറ്റേത് അങ്ങനെയല്ല. ലൈറ്റ് ചെയ്യുന്നതും ഇത് ക്യാപ്ചർ ചെയ്യുന്നതും ഇതിന്റെ റിസൾട്ട് അടുത്ത ദിവസം ടെലിസിനി ഇത് വരുന്നത് വരെ നമുക്ക്. എന്റെ അടുത്ത ചോദ്യം ഓർഡർ അനുസരിച്ചിട്ട് ലൈറ്റിംഗ് പാറ്റേൺ ആയിരുന്നു, അതിലോട്ട് ഓട്ടോമാറ്റിക്കലി വന്നു. ആക്ച്വലി നമ്മളിപ്പോ ലൈറ്റിങ്ങിന്റെ കേസ് പറയൂലേ, ലൈറ്റിംഗ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്. ശ്രീയുടെ അടുത്ത് മുമ്പ് വർക്ക് ചെയ്തിരുന്നപ്പോഴൊക്കെ
എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, ഹായ് നല്ല രസമുണ്ടല്ലോ, സിനിമാറ്റിക് ആണല്ലോ, ഹായ് സിനിമ പോലിരിക്കണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ മൈൻഡിൽ എന്താണോ ഇത്ര എക്സ്പെൻസീവ് ആണ്, അപ്പൊ ഇത്ര എന്ത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നൊക്കെ നമ്മുടെ ചിന്ത. ആദ്യകാലത്ത് തുടങ്ങിയപ്പോൾ എനിക്കും അത്തരം ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ആ ഒരു ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ പണ്ട് നമ്മൾ DSLR ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആ ഏറ്റവും ഈസി ആയിട്ട് പറയാറുള്ളതാണ്, അത് കാണാൻ നല്ല രസമുണ്ടോ, അത് വലിയ വലിയ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതല്ലേ, ഇത് DSLR അല്ലേ, നമുക്ക് ഇത്രേ പറ്റുള്ളൂ. അതൊരു തരത്തിൽ വേണമെങ്കിൽ ഒരു എസ്കേപ്പിസം ഒന്നും എന്തായാലും വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ബേസിക്കലി ഇതിനൊക്കെ ഒറ്റ തിയററ്റിക്കലി പറയുകയാണെങ്കിലും ഇതിനൊരൊറ്റ റൂളേ ഉള്ളൂ. നമ്മൾ ലൈക്ക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സിനിമേനെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. നമ്മൾ കണ്ട് സൈക്കോളജിക്കലി നമ്മുടെ മനസ്സിൽ ഇതായേക്കുന്ന ഒരു സിനിമാറ്റിക് ലുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നതിൻ്റെ എനിക്കൊരു കീ എലമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കോൺട്രാസ്റ്റ് ആണ്. അത് രണ്ടർത്ഥത്തിലുണ്ട്. ലൈക്ക് അതിൻ്റെ ഒരു ലൂമിനോസിറ്റി, ലൈറ്റിൻ്റെ വയസ്സുള്ള കോൺട്രാസ്റ്റ്, ലൈറ്റിംഗ് റേഷ്യോ വെച്ചുള്ള കോൺട്രാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കളർ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കളേഴ്സിന്റെ കോൺട്രാസ്റ്റ്. അപ്പൊ അത് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നതും അതാണ് ഈ നമ്മൾ പറയാറുള്ള ഈ സ്പ്ലിറ്റ് ടോണിങ് വഴിയല്ല നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ കോൺട്രാസ്റ്റ് ആണ്. ചിലതിനെ നമ്മൾ സെറ്റിലാക്കും. അതെ അപ്പം ആ കോൺട്രാസ്റ്റിന്റെ സംഭവമായിരുന്നു ആക്ച്വലി നമ്മൾ ലൈക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. അതിപ്പോൾ ഏത് ക്യാമറയിലായാലും ഓരോ ക്യാമറയ്ക്ക് അവരുടേതായിട്ടുള്ള കളർ സയൻസും പ്രൊഫൈൽസും എല്ലാം ഉണ്ടാവും. അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയില്ല, അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് അതിലുണ്ടാവും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ക്യാമറയല്ല, ക്യാമറ നമ്മൾ ലെജൻസ് പറയാറുള്ള പോലെ ക്യാമറ ഇസ് ജസ്റ്റ് എ ടൂൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റും നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് പല സാധനങ്ങളും ഒരു ടൂൾ മാത്രമാണ് ക്യാമറ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കളേഴ്സ് യൂസ് ചെയ്യുന്നു, നമ്മൾ ലൈറ്റിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിലാണ് ലൈക്ക് സിനിമാറ്റോഗ്രാഫിയുടെ ആ പറയുന്ന ആ സിനിമാറ്റിക് ലുക്ക് എന്നൊക്കെ പറയപ്പെടുന്ന സാധനം അച്ചീവ് ചെയ്യുന്ന ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ്. ശ്രീയേട്ടന് ഇപ്പോൾ ആദ്യ സിനിമകൾ ഇപ്പോൾ ഏകദേശം 7 സിനിമകൾ ചെയ്തില്ല. ഇപ്പോൾ പറഞ്ഞാൽ റണ്ണിങ്ങിലുണ്ട്, നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല, റണ്ണിങ്ങിൽ പറഞ്ഞുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലൂട്ടോ നമ്മൾ അനൗൺസ് ചെയ്തു ആക്ച്വലി. അപ്പോൾ ഏകദേശം 8 അല്ലേ 8 9 സിനിമകളായി ഏകദേശം. അപ്പോൾ ആയിട്ടില്ല, എണ്ണി നോക്കേണ്ടി വരും. ഇല്ല, ഞാൻ കാൽക്കുലേഷൻ വെച്ചിട്ട് ഇപ്പോൾ 7 പടം ഓൾറെഡി റണ്ണിങ്ങിലുണ്ട്. കാരണം നമ്മൾ ഗ്രേഡിൽ നിൽക്കുവാണ്, അതിന് കംപ്ലീറ്റ് ചെയ്യണം. അനൗൺസ് ചെയ്യാത്തതൊക്കെ പറയാൻ പറ്റില്ല. അതെ, ഫീൽഡ് വിടാൻ സമയം. അപ്പോൾ നമ്മുടെ എപ്പോഴും ആ ഫസ്റ്റ് ഡേ മുതൽ ഫസ്റ്റ് പടത്തിന്റെ ഫ്രെയിം വെക്കുന്ന ഏകദേശം എനിക്ക് ഓർമ്മയുണ്ടത്. ഫസ്റ്റ് ഡേ വർക്ക് ചെയ്ത മുതൽ ഇപ്പം ലാസ്റ്റ് നമ്മൾ വർക്ക് ചെയ്ത് നിർത്തിയ പ്ലൂട്ടോ ആണല്ലോ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത വർക്ക്. അതിൽ ഫസ്റ്റ് ഡേ വർക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ടോ ലൈറ്റിങ്ങിൽ? എനിക്കറിയില്ല, എക്സ്പീരിയൻസ് അനുസരിച്ച് മാറുന്ന സംഭവമാണോ എന്ന്. കാര്യം നിലവിലുള്ള എൻ്റെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയ എക്സ്പീരിയൻസേ അല്ല. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ്. അതായത് തലേ ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര ലോസ്റ്റ് ആവാൻ തുടങ്ങും പയ്യെ. അത് എൻ്റെ കൂടെയുള്ളവർക്ക് മനസ്സിലാകും. പ്രീ പ്രൊഡക്ഷനിൽ ഇങ്ങനെ എപ്പോഴും കൂടെയുള്ള സംസാരിക്കുന്നവർക്കൊക്കെ അറിയാം. തലേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവരെന്തെങ്കിലും സംസാരിക്കണം, ഞാൻ കുറച്ച് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴായിരിക്കും. അപ്പൊ എൻ്റെ കൂടെ 1-2 സിനിമയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റിനൊക്കെ അറിയാം, തുടങ്ങി മുതലാളിക്ക് തുടങ്ങി എന്ന് പറയും. അപ്പോൾ അത് ഇതുകൊണ്ടാണ് ഞാൻ വേറെ എന്തൊക്കെയോ തോട്ട്സിലായിരിക്കും ചിലപ്പോൾ. പിന്നെ എനിക്കറിയാം നമ്മളിപ്പോൾ ഒരു സിനിമാറ്റോഗ്രാഫറെ സംബന്ധിച്ച് ലൈക്ക് ഒരു സെറ്റിൽ ലൈക്ക് സെക്കൻഡ് ഇൻ കമാൻഡ് ആണ് ഒരു ഡയറക്ടർ കഴിഞ്ഞാന്നുള്ള പോലെ. അപ്പൊ നമ്മുടെ പുറത്തും ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതെ, സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഒപ്പം തന്നെ ഇതിന്റെ വേറൊരു സൈഡ് ഉണ്ട്. ഒരു ബിസിനസ്സും ആണല്ലോ. ടൈം ഈസ് മണി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കരുത്, അങ്ങനെ ഉള്ളൊരു ചിന്ത എപ്പോഴും ഉള്ളിലുണ്ടാവും. അപ്പൊ ഇതെല്ലാം ആയിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ആദ്യത്തെ ലൈറ്റ് എവിടെ നിന്ന് വെച്ച് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവാറില്ല. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ പിന്നെ അത് കോമൺ എനിക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് തോന്നുന്നല്ലേ ആയിരിക്കാം. നമ്മൾ ലൈറ്റിന്റെ ഹൈറ്റ് ഒക്കെ ലോക്ക് ചെയ്ത് ഒരാഴ്ച അവിടെ ആയിരുന്നല്ലോ, നമുക്കറിയാം. അപ്പൊ ഫായിക്ക വന്നിട്ട് ലോക്ക് ചെയ്യണം പറഞ്ഞ അളവൊക്കെ എടുത്തെല്ലാം ലോക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്താ നമ്മുടെ ആ ബാൻഡിൻ ഹൗസ് ഷൂട്ട് ചെയ്തപ്പോ നമ്മളെ പേരൊക്കെ ഉള്ളൊരു ആർട്ടൊക്കെ ചെയ്ത സ്ഥലത്ത് നമ്മളിപ്പോ പാച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പാച്ചുള്ള സംഭവങ്ങളില് അത് കണ്ടിന്യൂറ്റി വേണമല്ലോ. അപ്പൊ ആ ത്രൂ ലൈറ്റ് വരുള്ളൂ അതിനകത്ത്. അവൾക്കുള്ള ആകെ സോഴ്സ് അതാണ് ലൈറ്റ് വരുന്നത്. ഡോർ അടച്ചാൽ പിന്നെ അത് മാത്രമേ സോഴ്സ് ഉള്ളൂ. സ്ലൈറ്റ് ആയിട്ട് മൂവ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം സണ്ണാണല്ലോ. ചെറിയ ആംഗിൾ വ്യത്യാസമൊക്കെ ഉണ്ടായാലും അത് ചെയ്തിരുന്നല്ലോ. അതിൽ നമ്മള് കുറച്ച് സമയം പോകുന്നതനുസരിച്ച് ചില സമയത്ത് ആംഗിൾ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. മിക്കപ്പോഴും ഫസ്റ്റ് സീനിനൊക്കെ അധികവും അത് പലരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഓവർ ലൈറ്റ് ചെയ്യും. സീൻ ഓവർലിറ്റ് ആക്കിയിട്ട് എന്നാലും ഇങ്ങനെ ഓരോ ലൈറ്റ് ആയിട്ട് കുറച്ച് കൊണ്ടുവരും. എന്നുവെച്ചാ
ആ സിനിമയുടെ ലുക്കിനെ പറ്റി നമ്മൾ എത്രയൊക്കെ മുന്നേ പ്ലാൻ ചെയ്താലും ഇത് ചെയ്താലും അത് ഷൂട്ട് ചെയ്ത് വരാൻ നേരത്ത് ഒരു 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 സാധനത്തിലേക്ക് എത്തും. അതാണ് അതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് മുന്നേ എനിക്ക് പറ്റിയിട്ടില്ല പ്രീ പ്ലാൻ ചെയ്ത് എക്സാക്ട് അതേ ലുക്കിലേക്ക് എന്ന് പറയാം. അതിന്റെ ഒരു 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 ഏരിയയിൽ കിടക്കുന്ന ലുക്ക് ആൻഡ് ഫീലിലേക്ക് എത്തിക്കാനാണ് നമുക്ക് സെറ്റിൽ ചെല്ലുമ്പോൾ മാക്സിമം കിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന ഇംപ്രൂവൈസേഷനിൽ അതെ അതെ അതെ. അപ്പൊ ഇത് ആദ്യത്തെ ലൈറ്റ് പൊതുവെ നമ്മൾ പറയുന്ന ഒരു സ്ഥിരം കുറ്റി എന്ന് പറയുന്ന ആള് നമ്മൾ പറഞ്ഞ പോലെ ജനലിന്റെ പുറത്തുനിന്നൊരു ലൈറ്റ്, അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങും. ലൈക്ക് ഇൻഡോർ ആണെങ്കിൽ, ഇൻഡോർ അല്ലെങ്കിൽ വലിയ പാടാ. ഇൻഡോർ അല്ലെങ്കിൽ ഇത് നമ്മൾ മൊത്തത്തിൽ അഗെയിൻ ഫസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്ന നാച്ചുറൽ ലൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ അതാണ് നമുക്ക് ഈ കുറച്ച് പടങ്ങൾ ചെയ്യും തോറും നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റു സാധനങ്ങളല്ലോ, ലൈറ്റിന്റെ മുന്നിൽ വെക്കുന്ന ബാക്കി ഫിക്സ്റ്റേഴ്സും സാധനങ്ങളും ഉണ്ടല്ലോ, ഡിഫ്യൂഷനും മറ്റേ. അപ്പൊ അത് എന്ത് യൂസ് ചെയ്താൽ എങ്ങനെയെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയായി തുടങ്ങും കുറച്ചും കൂടി എളുപ്പമാകും. അപ്പൊ ആ രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ വേറെ ചില കോളാണ് നമുക്ക് ഇപ്പൊ പത്മിനി ചെയ്യാൻ നേരത്ത് ഭയങ്കര സോഫ്റ്റ് ലൈറ്റിംഗ് ആയിരുന്നു, കംപ്ലീറ്റ്ലി പിടിച്ചു പോയിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മളൊരു പടം ചെയ്തു, ഇപ്പം സെന്നവയുടെ തന്നെ ഒരു പടം ചെയ്തത്, നമ്മളതിപ്പം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അതിലേക്ക് വന്നപ്പോഴേക്കും കുറച്ചും കൂടെ ലൈക്ക് ഹാർഷ് ലൈറ്റ്സ് കൊടുത്ത് വർക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണയായിരുന്നു. കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് സോഴ്സ്, സൺലൈറ്റ് ആണെങ്കിലും സ്ഥിരം നമ്മൾ ചെയ്യുന്നത് 20x20 ഇട്ട് കട്ട് ചെയ്ത് സോഫ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യണ്ട. അതെ, മാക്സിമം അതൊരു സൈഡ് ലൈറ്റോ അല്ലെങ്കിൽ ബാക്ക് ലൈറ്റോ ആക്കി പിടിക്കാൻ നോക്കും. നേരെ മുഖത്തേക്ക് അടിച്ചു കിടക്കുന്ന പോലെ നമ്മൾ ചെയ്യില്ല. അപ്പൊ ആ രീതിയിൽ ചെയ്യാം. അങ്ങനെ തന്നെ ഇൻഡോറിലേക്ക് വന്നു കഴിയുമ്പോഴും അകത്ത് നമ്മളൊരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു ട്യൂബ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള വീടിന്റെ സോഴ്സ് ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു മൂഡിൽ തന്നെ അതെങ്ങനെ പിടിക്കാം എന്നൊക്കെയാണ് അധികം നോക്കിയത്. ഡിഫ്യൂഷൻസ് യൂസ് ചെയ്തില്ല എന്നല്ല, ഡിഫ്യൂഷൻസ് തന്നെ നമുക്ക് പല റേറ്റ് ഓഫ് ഡിഫ്യൂഷൻസ് ഉണ്ടല്ലോ. ഭയങ്കര മിൽക്കി സോഫ്റ്റ് ലൈറ്റ് ആക്കുന്ന പോലത്തെ ഡിഫ്യൂഷൻസ് ഉണ്ട്, 216 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോലെ. അതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കുറച്ചും കൂടെ ചെറിയ ഓപ്പലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ഡിഫ്യൂഷൻ എന്നുള്ള ഫീലിംഗ് മാത്രം കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ഇത്. അപ്പം ഇതിനെല്ലാം പറഞ്ഞു വന്നതാണ്. ഫസ്റ്റ് ലൈറ്റ് വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡൗട്ടുള്ളതാണ്, ഡിഫ്യൂഷൻസ് ഏതൊക്കെ ഉപയോഗിക്കണം, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് ഏത് ആംഗിളിൽ നിന്ന് വെക്കണം, ഏത് ഹൈറ്റിൽ നിന്ന് വെക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു തോട്ട് ഫസ്റ്റ് പോകും. അപ്പോഴാണ് തിങ്കളാഴ്ച നിശ്ചയം. അതാണ് ഈ ഇന്റർവ്യൂയുടെ മെയിൻ ഹൈലൈറ്റ്. അതായത് ശ്രീയേട്ടന് ആക്ച്വലി ഒരു എന്താ പറയാ ഒരു മൈലേജ് കൂടി തന്ന സിനിമയാണ് അഡ്രസ് അല്ലേ. എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോ അതെ ആണോ അങ്ങനെ, അതെ അങ്ങനെ അറിയാലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, എന്നിട്ട് കഥകളൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അവർക്ക്. അപ്പൊ കഥകളേ ഉള്ളൂ, അതിപ്പോ പറയണ്ട. അത് നമ്മള് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ശ്രീയേട്ടൻ എന്നെ വിളിച്ചിട്ട് മറ്റേ ലൈറ്റിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. ഓർക്കണ്ടോ നമ്മളെ വിപ്രോ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ പോസ്റ്റ് കണ്ടപ്പോ കുറെ പേര് ചോദിച്ചിരുന്നു, എടാ ഇത്രയും വലിയ സോഴ്സ് എങ്ങനെയാണ് ചെയ്തത്, ഇതൊക്കെ പോസിബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അല്ല, ചില ആൾക്കാർ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ആ പോസ്റ്റ് നമ്മൾ യൂസ് ചെയ്ത ലൈറ്റ്സ് സ്മാർട്ട് ബൾബ്സ് ഒക്കെ ഉപയോഗിച്ചതിനെ പറ്റി കാണുമ്പോൾ ചിലർ പിന്നെ പറയുന്നത് നിങ്ങൾ ഫുൾ ബൾബ് വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയിൽ ചെയ്ത് പിന്നെ എന്താ പാടെന്ന് പറയും. അങ്ങനെ ഫുൾ ബൾബ് വെച്ചല്ലാതെ ചെയ്തതാ. 1-2 ലൈറ്റ്സ് നമുക്ക് ഇന്റൻസിറ്റി, ഹൈ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ്സ് ചിലതൊക്കെ വേണം ഷൂട്ട് ചെയ്യുന്ന സിനിമ ചെയ്യുമ്പോൾ, അതൊക്കെ ആവശ്യമാണ്. അല്ല, അതില്ലാതെയും ചെയ്യാം, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ എല്ലാം നമുക്ക് റൈറ്റ് ടൈമിൽ കറക്റ്റ് സൺലൈറ്റ് വീടിന്റെ ഉള്ളിലേക്ക് വീഴുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമ നടക്കില്ല നമുക്ക്. അതെ, നമ്മൾ 21 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പടം. ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഒപ്പം മൂവ് ചെയ്യണം, അതായത് അവരെ റെസ്ട്രിക്ട് ചെയ്യാനും പാടില്ല. അപ്പൊ അതിനുള്ള ഫ്രീഡം കൊടുക്കണം എന്നുള്ളതാണ് വിചാരിച്ചത്. ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ കീപ്പ് ചെയ്യാൻ. അതുകൊണ്ട് ആർട്ടിസ്റ്റിന് മൂവ് ചെയ്ത് അതെ അതെ. അപ്പൊ പരമാവധി അതുകൊണ്ട് നമ്മള് സ്റ്റാൻഡ്സ് ഒന്നും അധികം ഉള്ളിൽ വെക്കാത്ത ലൈറ്റിംഗ് പിടിക്കണം എന്നുള്ളൊരു ധാരണയുണ്ടായി. ലൈക്ക് സ്റ്റാൻഡുകളിൽ ലൈറ്റ്, ഫ്ലോറിൽ ലൈറ്റ്സ് അധികം വേണ്ട, എല്ലാം മേലേന്ന് വെക്കാം. അപ്പൊ മേലെ വെച്ചാൽ നമ്മുടെ ലൈക്ക് ടിപ്പിക്കൽ ക്ലാമ്പിംഗ് ഒക്കെ ചെയ്ത് ഉള്ള ലൈറ്റ്സ് വെക്കുന്നത് ഒരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ അതിന് എല്ലാ റൂമിലേക്കും നമുക്ക് ഒരു ഷോർട്ട് റൂമിൽ അടുത്ത റൂമിലേക്ക് പോകണം, ഇതിനധികം ലൈറ്റ്സ് വേണം. മാത്രമല്ല ഈ ലൈറ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലാമ്പ് ഒരു ഹൈറ്റ് വരും, പിന്നെ അതിന്റെ താഴെ ഒരു ബേബി എന്തെങ്കിലും വെച്ചാൽ അതിനൊരു ലെവൽ വരും. ഇത് ലാസ്റ്റ് ഫ്രെയിമിൽ നിൽക്കും, നമ്മള് കട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അതും വരും. അപ്പൊ ഇത്തരം ഇതുള്ളപ്പോഴാണ് വീട്ടിലൊക്കെ ഞാൻ റൂമിൽ ചുമ്മാ ഒരു മൂഡിന് വേണ്ടി സ്മാർട്ട് ബൾബ് ഇടാറുണ്ടായിരുന്നു. അപ്പൊ അതിട്ടിട്ട് അതിലിങ്ങനെ കളറൊക്കെ മാറ്റിയിട്ട് രാത്രി കിടക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ആലോചിച്ച ഈ ബൾബ് നിങ്ങളുടെ ഇത് മൂഡ്. അന്ന് ഫിലിപ്സിന്റെ LED ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഫിലിപ്സ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം അത് ഇപ്പോഴും വീട്ടിലുണ്ടെന്ന് തോന്നുന്നു, കേടായിട്ടില്ല. ഇത് നല്ല കോസ്റ്റ്ലിയാണ്. അത് ഇത്രയും ലൈറ്റ്സ് വേണം നമുക്ക്. 10-20 എത്രയോ ലൈറ്റ്സ് വാങ്ങിയില്ലേ
20+ ആ 10-25 ലൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അടുക്കളയിൽ ചെയ്തു, അതെ, ഡൈനിങ് ഹാളിൽ എല്ലാ റൂമിലും ചെയ്തു ടെക്നിക്കലി, മറ്റേ വരാന്തയിൽ ചെയ്തു. അതെ, നമ്മൾ 2 ബൾബൊക്കെ വെച്ചിട്ട് അതെ മാത്രം ചെറിയ. അപ്പം അപ്പോൾ നമ്മൾ 10-28 ലൈറ്റ്സ് വാങ്ങിച്ചു. വിപ്രോ ആയിരുന്നു അന്ന് കുറച്ച് എന്താ വിലക്കുറവുണ്ടായ. അപ്പോൾ വിപ്രോന്റെ ലൈറ്റ്സ് ആമസോണിൽ നിന്നോ മറ്റോ വാങ്ങിച്ചു. പിന്നെ കുറെ LED സ്ട്രിപ്പ് വാങ്ങിച്ചു. അതെല്ലാം നമ്മൾ മൾട്ടി കളർ വാങ്ങിയത്. അപ്പോൾ അത് വാങ്ങിയിട്ട് ഈ സീലിങ്ങിന് ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നിങ്ങളൊക്കെയാണല്ലോ സെറ്റ് ചെയ്തത്. ലാൻഡേൺ ഇതിട്ടിട്ട് ചൈന ബോർഡിൽ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട്, അതെ, അതിട്ടിട്ട് നമ്മള് അടുക്കളയിലൊക്കെ ഇങ്ങനത്തെ ഓടുള്ള സ്ഥലത്ത്, മച്ച് പോലെയുള്ള സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ചാർട്ട് പേപ്പർ വെച്ച് ബോക്സ് അടിച്ച് ലൈറ്റ് ഇങ്ങനെ 2 ലൈറ്റ് ഹോൾഡറിൽ ഇങ്ങനെ വെച്ച്, ഒരു ലൈറ്റ് ഇങ്ങോട്ടും ഒരു ലൈറ്റ് ഇങ്ങോട്ടും, എന്നിട്ട് അതിനെ ഒരു ചാർട്ട് ഇട്ട് ബോക്സ് പോലെ കട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ഡിഫ്യൂഷൻ അകത്ത് നമ്മൾ സിൽവർ ഒട്ടിച്ചു, ബൗൺസ് കൂടാൻ വേണ്ടി, എല്ലാ ലൈറ്റും താഴോട്ട് ബൗൺസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ മെയിൻ ഉദ്ദേശം ഇതായിരുന്നു, ആ ലൈറ്റിനെ കൊണ്ട് നമ്മളൊരു ഫില്ല് ക്രിയേറ്റ് ചെയ്യാതേ ഉള്ളൂ, ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ആക്ച്വലി പണ്ട് കിനോ യൂസ് ചെയ്തിരുന്ന ഒരു പരിപാടി. അതെ അതെ, കിനോ ആസ്ട്രോ യൂസ് ചെയ്യുന്ന. അതെ അതെ അതെ, ഇപ്പൊ വളരെ ഈസി ആയി. ഇപ്പൊ ഇതൊന്നും വേണ്ട, ഇത്രയും പണിപ്പെടണ്ട. ആസ്ട്രോ ലൈറ്റ്സ് മറ്റേ ടൈറ്റൻ ട്യൂബ് ഒക്കെ വളരെ ചെറുതുമാണ്, എവിടെയും കൊണ്ട് ഈസി ആയിട്ട് ക്ലാമ്പ് ചെയ്ത് വെക്കാം. മറ്റേ ഹണിക്കോമ്പും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഇതിന്റെ കൂടെ ഉണ്ട്. അന്ന് അത്രയും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ ഏറ്റവും ഞാനതിനെ വിളിച്ചിരുന്നത് മറ്റേ എന്തായിരുന്നു, 144p ആണോ? ആ അതെ അതെ, പാവങ്ങളുടെ സ്കൈ പാനൽ. അന്ന് സ്കൈ പാനൽ വന്നിരിക്കുന്ന സമയമുള്ളൂ. സ്കൈ പാനലൊക്കെ ഇപ്പൊ ആർക്കും വേണ്ടാണ്ടായി. ഇന്റീരിയറിലൊക്കെ ഇപ്പൊ ട്യൂബ് മതി എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ ക്യാമറകളുടെ സെൻസിറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട് അന്ന് അതൊരു ടാസ്ക് ആയിരുന്നു. നമ്മള് F65 അതാണ് അടുത്ത് ചോദിക്കാൻ വന്ന. അതൊരു ഭയങ്കര ഒരു ടാസ്ക് ആണ് ആക്ച്വലി. അത് നമ്മളാ ക്യാമറ കൊണ്ടുവന്ന ആളെടുത്ത് താഹറായിരുന്നു അല്ലെ, 24K. അപ്പൊ ആ പുള്ളിനോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ എന്തോ പഴക്കുണ്ട്. ആളിച്ചിരി ഏജ്ഡ് ആയിരുന്നു, നമുക്ക് വേണ്ട ലുക്ക് അതാണല്ലോ, ഒരു ഫീൽ ആയതുകൊണ്ട് ആള് ചേജ്ഡ് ആയിരുന്നു. അപ്പൊ ഏജ് മാത്രമല്ല, ഇടയ്ക്ക് പനി പിടിച്ച് പണിയൊക്കെ മുടക്കാറുണ്ടായി. ഭയങ്കര ഹീറ്റായിട്ട് വരെ തുണിയൊക്കെ നനച്ചിരുന്നു. ഞാൻ നോക്കുമ്പോ പനി പിടിച്ച് കിടക്കണ പോലെ ഒരു 1/4 മണിക്കൂറൊക്കെ ക്യാമറ ചൂടായി തണുക്കട്ടെ ചെയ്ത്. ഞാൻ പുള്ളിനോട് ചോദിച്ചായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞത് മറ്റേ ഇതില് ഹൈവേ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയില്ലേ, സെയിം ബോഡിയാണ് യൂസ് ചെയ്തായിരുന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു അടുത്ത്. ഞാനൊരു ദിവസം ശ്രീകണ്ഠെന്ന് ചോദിച്ചിട്ട് ഷോൾഡറിലേക്ക് എടുത്ത സാധനത്ത് വെച്ചത്. അന്നത്തോടെ ഞാൻ നിർത്തി. കാരണം എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു പരിപാടി അല്ല എന്നുള്ളത്. അപ്പൊ ഈ എന്തുകൊണ്ട് കുറെ ഷോട്ട്സ് ഒക്കെ ഷോൾഡറിലേക്ക് പോയി? കാരണം ഇത്ര ഒന്നത് വെയിറ്റ്, നമുക്ക് ചെറിയ ക്യാമറാസ് ഓൾറെഡി അവൈലബിൾ ആയിട്ട് നാട്ടിൽ കിട്ടാനുള്ള സമയത്ത് നമ്മൾ എന്തുകൊണ്ട് F65 അത്രയും വെയിറ്റ്? അത് 2 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഡയറക്ടർ പറഞ്ഞിരുന്നു ഒരു മൂവ്മെന്റ് ഫീല് എങ്ങനെയാലും വേണമെന്ന്, ഒരു ബ്രീത്തിങ് ഫീല്. അപ്പം അത് വേണമെന്നുള്ളതായിരുന്നു ഹാൻഡ് ഹെൽഡ് പോകാനുള്ള ഒരു കാരണം. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു ഫീല് മതി, ഭയങ്കര സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൈപ്പ് ചെയ്യാവുന്നത് ട്രൈപോഡിന്റെ മേലെ വെച്ചിട്ട് നമ്മൾ ചെറിയ അനക്കം കൊടുക്കും. മടി തോന്നുമ്പോ ഇത് വയ്യ ഇതിൽ വെക്കാം, പതുക്കെ അനക്കി കൊടുക്കാം. അപ്പൊ അതല്ലെങ്കിൽ പക്ഷെ എനിക്കിഷ്ടം ഹാൻഡ് ഹെൽഡ് ഷൂട്ട് ചെയ്യാനാണ് അധികവും. കാര്യം എന്താ വെച്ചാൽ അല്ല ഷോൾഡറിൽ. കാരണം വെച്ചാൽ ഞാൻ എന്ത് കാണുന്നു എന്നുള്ള പെർസ്പെക്റ്റീവ് നിന്ന് ക്യാമറ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടാറുണ്ട്. മാത്രമല്ല അത് അധികവും അങ്ങനെ ഹാൻഡ് ഹെൽഡ് എനിക്ക് വ്യൂ ഫൈൻഡറുള്ള ക്യാമറ ചെയ്യാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇപ്പം റെഡിൽ എനിക്കുള്ള ഒരു പരാതി അതാണ്. കാര്യം ലാസ്റ്റ് ചെയ്ത സിനിമ റെഡിൽ ചെയ്തപ്പോൾ അത് ഞാൻ ചോദിച്ചു ആൾക്കാർ, അവര് പക്ഷെ ഈ റെന്റൽ അവരൊക്കെ പറയുന്നത് അത്ര പോരാ, പുതിയ EVF അത്ര സക്സസ്ഫുൾ അല്ല. അതുകൊണ്ട് കോമൺ ആയിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. ഞാൻ KGF-ന്റെ ഷൂട്ടില് ഒരു BTS സംഭവം കണ്ടായിരുന്നു. ആക്ച്വലി റെഡിന്റെ തന്നെ ഒരു EVF ഉണ്ട്. EVF 2 എന്തോ പറഞ്ഞ് പുതിയത് വന്നിട്ടില്ല, പേരെനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല അധികം. അതുകൊണ്ട് അപ്പോൾ അത് ഇപ്രാവശ്യം ഷൂട്ട് ചെയ്ത സിനിമ. അതുകൊണ്ട് ഞാൻ കുറെ എനിക്ക് ഫസ്റ്റ് പടം ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് റെഡിൽ ചെയ്യുന്നത്. ഇല്ല, അപ്പോൾ വ്യൂ ഫൈൻഡർ ഉണ്ട്, സാധനം പുതിയത് വന്നിട്ടുണ്ട്, അത് അത്ര സുഖമില്ല, വലിയ അഭിപ്രായമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെടുത്തില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അതിന് വേണ്ടി നിർബന്ധമൊന്നും പിടിച്ചില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത്രയും കാലം ഞാൻ വ്യൂ ഫൈൻഡർ ഉള്ള ക്യാമറസിൽ വർക്ക് ചെയ്തിട്ട് ഹാൻഡ് ഹെൽഡൊക്കെ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഡിസ്പ്ലേ നമ്മുടെ ഇങ്ങനെ മുഖത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന പോലെ ഒട്ടും പ്ലീസിങ് ആയിരുന്നില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിങ്ങനെ മുഖം തിരിച്ച് നോക്കണം ഇത്ര അടുത്ത്, ഈ അറ്റത്ത് ഫ്രെയിമിൽ എന്താ സംഭവിക്കണം, ഈ അറ്റത്ത് എന്താ സംഭവിക്കണേ എന്നുള്ളത്. ബട്ട് ഇതാണ് ഈ ഒരു വ്യൂ ഫൈൻഡറിലുള്ള. കാരണം
നല്ല വെയിലുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒട്ടും ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നമുക്ക് ഈ ഇമേജ് മാത്രം കാണാൻ പറ്റുന്ന ഒരു ഫീലിംഗ്, അത് വേറൊരു രസമാണ്. അപ്പോൾ വിഷ്ണുവിന്റെ കൂടെ ഗോദാന്ന് പറഞ്ഞ പടം ചെയ്തിരുന്നു, ഞാൻ സെക്കൻഡ് യൂണിറ്റ് ചെയ്തിരുന്നു. F65 ഉണ്ടായിരുന്നു, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അയ്യോ അതൊന്നും പറയാം, വിഷ്ണുവിന്റെ ഒക്കെ ഓരോരോ അവൻ മറ്റേ സൂം ലെൻസ് ഒക്കെ ഇട്ടിട്ട് ഷോൾഡറിൽ വെക്കും, എന്നിട്ട് എന്നോട് എന്നാ നീ വെച്ചോ എനിക്കും തരും വെച്ചിട്ടൊക്കെ എത്ര ലെങ്തി ഷോട്ട് ഇടുന്നു. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യനിങ്ങനെ വളഞ്ഞു പോകും. പക്ഷെ F65 ഇൻബിൽഡ് ആയിട്ട് അവര് ക്യാമറയുടെ ഷേപ്പ് അങ്ങനെ ചെയ്തേക്കണേ, അത് പഴയ ഒക്കെ പോലെ അലക്സയിലുണ്ടായിരുന്നു, SXT-ലൊക്കെ ഉണ്ട്. അതുപോലെ പഴയ എനിക്ക് SXT-യെക്കാളും പഴയ മറ്റേ നമ്മുടെ ആരി 435 ഉള്ള പോലത്തെ ഒരു ഷോൾഡർ പാഡിന്റെ ഒരു ഫീൽ അതിന് കിട്ടിയിരുന്നു F65. അപ്പൊ അത് നമുക്ക് ഷോൾഡറിൽ ഇരിക്കാനും നേരെ ക്യാമറയിലേക്ക് തന്നെ നമുക്ക് അതിന്റെ ഹാൻഡിൽസ് കണക്കുള്ള മൊത്തത്തിൽ ഹൈറ്റ് കുറഞ്ഞ് കറക്റ്റ് ഹൈ ലെവലിലേക്ക് ഓൾമോസ്റ്റ് എത്തും ലെൻസ്. അപ്പൊ അതായിരുന്നു ഒരു റീസൺ ഞാൻ അന്ന് ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ഇത്തിരി വെയിറ്റ് ഉള്ള ക്യാമറാസ് ഹാൻഡ് ഹെൽഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ഫീൽ ചെയ്തിരുന്നു എനിക്ക്. രണ്ട് ഓഫ് കോഴ്സ് ബഡ്ജറ്റ്, ആ ക്യാമറയുടെ ഡിമാൻഡ് ആ സമയത്തേക്ക് ഭയങ്കര കുറഞ്ഞു വരുന്ന സമയമായിരുന്നു. അപ്പൊ അത്ര അധികം അതിന് ഓട്ടം കുറവായിരുന്നു, അതുകൊണ്ട് എനിക്ക് നല്ല കുറഞ്ഞ ബഡ്ജറ്റിൽ ആ ക്യാമറ കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പഴയ ലെൻസ് യൂസ് ചെയ്തു. അത് ഗോവയിലും ആ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അറിയായിരുന്നു ഇത്തരം ഒരു ലുക്ക് അറ്റൈൻ ചെയ്യാൻ ഇത് നല്ലതാണ്. അത് ഹോക്കിന്റെ പഴയ ലെൻസ് ആയിരുന്നു, ഫിലിമിലൊക്കെ യൂസ് ചെയ്തത്. അപ്പം അതിനൊരു ഭയങ്കര ഇമേജിന് അത്രയും ഒരു ക്വാളിറ്റി കുറവായിരിക്കും, ഒരു സോഫ്റ്റ്നെസ്സും അങ്ങനെയൊക്കെ, പിന്നെ ഭയങ്കര ആർട്ടിഫാക്ട്സ് ആയിരിക്കും. നമുക്കതൊരു ഗിംബലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പൊ നമ്മളത് സ്റ്റഡി ക്യാമിലോട്ട് മൂവ് ചെയ്തു. അതെ, അത് രണ്ട് കാര്യമുണ്ട്. ഗിംബലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രോബ്ലം ആണ്, അറ്റ് ദ സെയിം ടൈം ഒരു ഗുണമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ക്യാമറയും കൂടെ ആയതുകൊണ്ട് അതൊരു ഹെൽപ്പായി, എന്തായാലും സ്റ്റഡി ക്യാമിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്തരം ചില ഷോട്ട്സിന് ഒരു 4-5 ദിവസം നമ്മൾ സ്റ്റഡി ക്യാം വരുത്തിയിട്ട് അതിലാണ് എടുത്തത്. നമ്മൾ ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞില്ലേ, തിങ്കളാഴ്ച നിശ്ചിത ലൈറ്റിങ്ങിൻ്റെ കേസ് പറഞ്ഞു. നമ്മൾ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളത്. ഇത് എന്താ പറയുക, നമ്മൾ ആ ഒരു ലിസ്റ്റ് ഇടൂലേ, ലൈറ്റിംഗ് ലിസ്റ്റ് ഇടൂലേ, എല്ലാ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഒരു പേടി സ്വപ്നമായിരിക്കും. ഇത് വേറെ ഒന്നുമല്ല, എങ്ങാനും ലൈറ്റൊക്കെ അനാവശ്യമായിട്ട് കൂടിപ്പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷനിൽ ചെയ്തേക്കും. കയ്യിൽ നിന്ന് സാധനം നമ്മൾ ഉദ്ദേശിച്ച അത്രയും ലൈറ്റ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ഔട്ടും വരില്ല. ഇങ്ങനത്തെ ഒരു ബാലൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് എപ്പോഴാണ് കിട്ടുക? അങ്ങനത്തെ ഒരു ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു പടത്തിന് ലൈറ്റ് ഓവറായിട്ട് വരുത്തിയിട്ട് വെറുതെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല, നിലവിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മള് അതിൻ്റെ ഒരു ബാലൻസിലാണ് ഇത് പിടിക്കാറ്. അപ്പോൾ ലൈറ്റ് ലിസ്റ്റ് ഇടുക എന്ന് പറയുന്നത് ഇതാ, ബേസിക്കലി നമ്മൾ ലൊക്കേഷൻ എല്ലാം കണ്ട് എന്തൊക്കെ സീൻസ് ഏതൊക്കെ സമയത്ത് ഷൂട്ട് ചെയ്യും നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷ്വൽ ഉണ്ടാവും. അതാണ്, അത് എളുപ്പപ്പണിയില്ല ആ ലൈറ്റ് ലിസ്റ്റ് ഇടുന്ന കാര്യത്തിൽ. അപ്പോൾ നമ്മൾ അത് മനസ്സിൽ കണ്ട് ഒരു ലൈറ്റ് ലിസ്റ്റ് ഇടുക എന്നുള്ളതാണ്. കാരണം ഒരു 20-25 ദിവസമാണല്ലോ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു 10-18-20 ദിവസം എന്തായാലും ഉണ്ടാവും. സോ മിനിമം ഒരു കൺട്രോൾഡ് ആയിട്ട് സിനിമ ചെയ്യണമെങ്കിൽ തന്നെ അത്ര സമയമാവും. അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്, കാരണം ഒരാളുടെ പൈസ എടുത്തിട്ടുള്ള നമ്മൾ കളിക്കണം. അപ്പോൾ അതൊരു കൺട്രോളിന് നമുക്കത് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? അതെങ്ങനെ അതൊരു ഗാഫറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ? ഗാഫറിന്റെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നത്? എൻ്റെ ഇതിനധികവും ലൈറ്റ് ലിസ്റ്റ് ഞാനാണ് ഇടാറ്. ഞാൻ ഇടാറെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളി ഇടുന്നല്ല കേട്ടോ. ഇപ്പം അസോസിയേറ്റ് ചീഫ് ഒക്കെ ഉണ്ട്. ഇപ്പം ഒന്നെങ്കിൽ രമേശ് ഏട്ടൻ അല്ലെങ്കിൽ അരവിന്ദ്, ഇവർ രണ്ടുപേരിൽ ഒരാളാണ് ഇത് ലൈറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാറ്, ഫസ്റ്റ് ലിസ്റ്റ്. അപ്പം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലൈക്ക് ഫ്രീഡം എടുത്ത് അത്യാവശ്യം എല്ലാം പറഞ്ഞേക്കാം എന്നുള്ളൊരു മൂഡിൽ ചിലപ്പോഴും ലൈക്ക് അത് തന്നെയാണ് വേണ്ടതും. അപ്പം അതിനെന്ത് എന്നിട്ട് ഞാൻ പറയും അതിൻ്റെ ബഡ്ജറ്റ് എടുക്കാൻ പറയും അവരോട്. എന്നിട്ട് നമ്മളത് ഒരു എന്താ പറയുക, ഒരു ബഡ്ജറ്റിംഗ് പരിപാടിയാണത്. ഫുൾ നമുക്ക് ആർട്ടാണ് ക്രിയേറ്റിവിറ്റി ആണ് എന്ന് പറഞ്ഞ് വിടാനും പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കണം നടുക്ക്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മനസ്സിലൊരു വിഷ്വൽ എന്തെങ്കിലും മനസ്സിൽ കാണുന്നതിന് എന്ത് വേണ്ടി വരും എന്നുള്ളത് എനിക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഡയറക്ടറായിട്ടുള്ള ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും. ലൈക്ക് ഇത് ഇങ്ങനെ ആവുള്ളൂ കാര്യങ്ങൾ എന്നുള്ള പോലെ എല്ലാം സംസാരിക്കുക, കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ലൈറ്റുകാരുടെ അടുത്ത് പോയിട്ട് പറയും, യൂടുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും എങ്ങനെയാണ്, വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ നോക്കേണ്ടി വരും. അപ്പോൾ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ചിലർ പറയും ഓക്കെ ഒരു കാര്യം ചെയ്യും, നമ്മൾ വണ്ടി കയറ്റി വിടാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ദിവസം റെന്റ് തന്നാൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ആ രീതിയിലൊക്കെ സംസാരിച്ച് അതാണ് ഇതിനൊരു കൃത്യമായിട്ടൊരു മെത്തേഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൊതുവേ ചെയ്യാറുള്ളത്
ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും നോക്കാറുള്ളത് നമ്മളൊരു ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് എന്താണ് റിക്വയർമെൻറ്റ് ഈ സിനിമയ്ക്ക് നോക്കിയിട്ട് അതിൻ്റെ ഷോട്ടുകളുടെ രീതി എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ട് ഒരു ലൈറ്റ് ലിസ്റ്റിലേക്ക് എത്തും. എന്താ വേറൊരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നത് ചെറിയ, അതിൻ്റെ പേര് വരെ മറന്നുപോയി ഉപയോഗിക്കാണ്ടായിട്ട്. ജോക്കറും അല്ല അവിടെ പറഞ്ഞത് 575 അതൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോഴുള്ള അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ലൈറ്റും ഡേ ലൈറ്റ് ബാലൻസും സെപ്പറേറ്റ് പറയണ്ട. അത് വലിയൊരു അഡ്വാൻറ്റേജ്, അത് വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്.